പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ ലൈബ്രറി ആൻഡ് സ്റ്റഡീസ് സെന്റർ ആഭിമുഖ്യത്തിൽ കലാ സാംസ്കാരികോത്സവത്തിന് തുടക്കമായി. പുസ്തകോത്സവം, ചിത്ര പ്രദർശനം, ശാസ്ത്ര പ്രദർശനം, വ്യാപാര മേള തുടങ്ങി നിരവധി പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഷിബു തെക്കുംപുറം MLA നിർവഹിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യവേദി. എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ കമൽ എച്ച് മുഹമ്മദ് നേതൃത്വം നൽകുന്ന ഡയറിംഗ് പ്രിൻസ് ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ് കോതമംഗലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ പല്ലാരിമംഗലം. കോതമംഗലത്തെ പ്രവർത്തനങ്ങൾ 1 വർഷം പിന്നിടുന്ന അവസരത്തിലാണ് കലാസാഹിത്യ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി പുസ്തകോത്സവം, ചിത്ര പ്രദർശനം, ശാസ്ത്ര പ്രദർശനം, വ്യാപാരമേള, പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും, ഈശൽ ഗാനസന്ധ്യ തുടങ്ങി നിരവധി പരിപാടികളാണ് നടത്തുന്നത്. 8 മുതൽ 10 വരെ 3 ദിവസങ്ങളിലായാണ് കലാസാഹിത്യ സാംസ്കാരിക ഉത്സവം നടത്തപ്പെടുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം കോതമംഗലം MLA ഷിബു തെക്കുംപുറം നിർവഹിച്ചു. കോതമംഗലത്തിന്റെ സമാദരണീയനായ ശ്രീ ഷിബു തെക്കുംപുറം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാമത്തിൽ സ്ഥാപിതമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെയും സ്റ്റഡി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ കലാ സാഹിത്യ ഉത്സവം വളരെ ഭംഗിയായി കൊണ്ടാടുകയും പുസ്തകോത്സവം, ചിത്രരചന, സംവാദങ്ങൾ, സെമിനാറുകൾ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സാഹിത്യോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത്. സ്റ്റഡി സെന്റർ ലൈബ്രറി പ്രസിഡന്റ് KA യൂസഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സ്റ്റഡി സെന്റർ ആക്ടിംഗ് സെക്രട്ടറി AMA റഷീദ് സ്വാഗതം ആശംസിച്ചു. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു ജിജി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ MLA ആന്റണി ജോൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊഹസിന ഷിഹാബ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി എത്തി. പരിപാടിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 10-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.